നമസ്കാരം കൂട്ടുകാരെ, ഞാൻ അബിൽ പി കെ. ഞാൻ ഇവിടെ ചെയ്യാൻ പോകുന്നത് ചില ലഘു പരീക്ഷണങ്ങളാണ്. ആദ്യം ചെയ്യുന്നത് ജലം ഉപയോഗിച്ചുള്ള ചില പരീക്ഷണങ്ങളാണ്. ഞാൻ ആദ്യം തന്നെ എടുത്തിരിക്കുന്ന ടോപ്പിക് കത്തുന്ന ജലം. അതിനുവേണ്ടി ഞാൻ എടുത്തിരിക്കുന്നത് കുറച്ച് ജലം, ഒരു ഗ്ലാസ്, ഒരു ക്യൂടെക്സ്, ഒരു തീപ്പെട്ടി. ഞാൻ ആദ്യം ഈ ഗ്ലാസ്സിലോട്ട് ജലം ഒഴിക്കുന്നു. ഇനി ക്യൂടെക്സ് ഞാൻ ഈ ജലത്തിലേക്ക് ഒഴിക്കുന്നു. ഇനി നമുക്ക് ഈ ജലത്തിലോട്ട് ഒരു തീപ്പെട്ടി കത്തിച്ച് ഇട്ടു നോക്കാം. എന്ത് സംഭവിക്കും നമുക്കൊന്ന് നോക്കി നോക്കാം. നോക്കൂ കൂട്ടുകാരെ, കത്തുന്നത് കണ്ടോ? കൂട്ടുകാരെ, നമുക്ക് അടുത്ത ഒരു പരീക്ഷണം നോക്കാം. ഇതിനാവശ്യമായ സാധനങ്ങൾ: ഒരു ബലൂണ്, ഒരു കുപ്പി, വിനെഗർ, ബേക്കിംഗ് സോഡ. ഞാൻ ആദ്യം ബേക്കിംഗ് സോഡ ഈ ബലൂണിൽ നിറയ്ക്കുന്നു. എന്നിട്ട് ഞാൻ ഈ കുപ്പിയിൽ വിനെഗറും നിറയ്ക്കുന്നു. ഞാൻ ഈ ബലൂൺ ഈ ബേക്കിംഗ് സോഡ നിറച്ച ബലൂൺ ഞാൻ ഈ വിനെഗർ നിറച്ച കുപ്പിയുമായി യോജിപ്പിക്കുന്നു. ഞാൻ നന്നായി യോജിപ്പിക്കുന്നു. ഇനി ഞാൻ ഈ ബലൂൺ നിർത്തുമ്പോൾ എന്ത് മാജിക്കാണ് നമുക്ക് ഉണ്ടാവുന്നത് നമുക്കൊന്ന് നോക്കി നോക്കാം. നോക്കൂ കൂട്ടുകാരെ, ബലൂൺ ഉയർത്തിയിരിക്കുന്നു. ഇതിന് കാരണം എന്താണെന്ന് നിങ്ങൾക്കറിയാമോ? ഈ വിനെഗറും ഈ ബേക്കിംഗ് സോഡയും കൂടി ചേരുമ്പോൾ കാർബൺ ഡൈ ഓക്സൈഡ് എന്ന വാതകം ഉണ്ടാകും. ആ വാതകം ബലൂണിൽ നിന്ന് വിനെഗറിൽ തട്ടി ആ കാർബൺ ഡൈ ഓക്സൈഡ് വാതകം പുറപ്പെട്ട് ഈ ബലൂണിൽ നിറയുകയാണ് ചെയ്തിരിക്കുന്നത്. കൂട്ടുകാരെ, ഞാൻ ഇവിടെ ചെയ്യാൻ പോകുന്നത് ഒരു മെഴുകുതിരി വെച്ചിട്ടുള്ള ഒരു പരീക്ഷണമാണ്. ഞാൻ ആദ്യം ഈ മെഴുകുതിരി കത്തിക്കുന്നു.
ഇനി നമുക്ക് ഈ ഗ്ലാസ് വെച്ച് ഈ മെഴുകുതിരി ഒന്ന് മൂടി നോക്കാം. എന്താണ് സംഭവിക്കുന്നത് നമുക്കൊന്ന് നോക്കി നോക്കാം. നോക്കൂ കൂട്ടുകാരെ, നമ്മൾ ഗ്ലാസ് വെച്ച് മൂടിയപ്പോൾ മെഴുകുതിരി കെട്ടുപോയിരിക്കുന്നു. ഇതിന് കാരണം എന്താണെന്ന് നിങ്ങൾക്കറിയാമോ? തീ കത്താൻ ഓക്സിജൻ വേണം. ഗ്ലാസ് മൂടിയപ്പോൾ ഓക്സിജൻ കിട്ടാതായപ്പോൾ ഈ തീ അണഞ്ഞു. ഇനി നമുക്ക് അടുത്ത പരീക്ഷണം നോക്കാം. ഞാനിത് അവിടെ ഒരു മെഴുകുതിരിയിൽ തീ കത്തിച്ചിരിക്കുന്നു. ഞാൻ ഈ മെഴുകുതിരി കെടുത്തിയ അപ്പം തന്നെ മെഴുകുതിരിയുടെ പുക പോകുന്ന പാതയിൽ ഞാൻ ഈ തീപ്പെട്ടി ഒന്ന് വെച്ച് നോക്കാം. എന്ത് സംഭവിക്കും നമുക്കൊന്ന് നോക്കി നോക്കാം. കണ്ടോ കൂട്ടുകാരെ, തീ അതിനെ സ്പർശിക്കുന്നില്ലേ? എന്നിട്ടും തീ കത്തുന്നത്. കൂട്ടുകാരെങ്കിൽ നാം അടുത്ത ചെയ്യാൻ പോകുന്ന പരീക്ഷണം ജലത്തിലൂടെ വൈദ്യുതി കടന്നു പോകുമോ എന്ന പരീക്ഷണമാണ് നാം ഇവിടെ ചെയ്യാൻ പോകുന്നത്. ഞാൻ ഇവിടെ ഒരു LED-യുടെ നെഗറ്റീവ് വശത്തിൽ ഒരു കേബിൾ മുഖാന്തരം ഒരു സ്ക്രൂവിലേക്കും LED-യുടെ പോസിറ്റീവ് വശത്തിൽ നേരിട്ട് ഒരു കേബിൾ മുഖാന്തരം ബാറ്ററിയുടെ പോസിറ്റീവ് വശത്തേക്കും ബാറ്ററിയുടെ പോസിറ്റീവ് വശത്തിൽ നെഗറ്റീവ് വശത്തിൽ നിന്നും ഒരു കേബിൾ മുഖാന്തരം സ്വിച്ചിലേക്കും സ്വിച്ചിൽ നിന്ന് സ്ക്രൂവിലേക്ക് ഒരു കേബിൾ മുഖാന്തരം യോജിപ്പിച്ചിരിക്കുന്നു. ഇനി നമുക്ക് ഈ രണ്ട് കേബിൾ വെള്ളത്തിൽ മുക്കി നോക്കാം. ഇനി നമുക്ക് സ്വിച്ച് ഓൺ ചെയ്ത് ഈ സ്വിച്ച് ഓൺ ചെയ്ത് നോക്കാം. ലൈറ്റ് പ്രകാശിക്കുന്നത് നിങ്ങൾ കണ്ടോ? ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായോ ജലത്തിലൂടെ വൈദ്യുതി കടന്നു പോകുമെന്ന്? ഞാൻ ഇവിടെ ചെയ്ത എല്ലാ പരീക്ഷണവും നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ കരുതുന്നു. നന്ദി, നമസ്കാരം.